കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കെട്ടിടത്തിന്റെ തറ എന്ന് പറയുന്നത് എന്താണെന്നും പലതരത്തിലുള്ള തറകൾ ഏതൊക്കെയാണെന്നും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തറക്ക് മുകളിലായിട്ട് നമ്മൾ ബെൽറ്റ് കൊടുക്കണം എന്നുള്ള ഒരു കാര്യവും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കെട്ടിടത്തിന് ബെൽറ്റ് നൽകണോ വേണ്ടേ എന്നുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു കെട്ടിടത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് അതിന് ബെൽറ്റ് നൽകുക എന്നുള്ളതാണ്. എന്തിനാണ് ബെൽറ്റ് നൽകുന്നത്, എങ്ങനെയാണ് ബെൽറ്റ് നൽകേണ്ടത് എന്ന് നോക്കാം. 15 സെന്റിമീറ്റർ കനത്തിലാണ് ബെൽറ്റ് നൽകേണ്ടത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബെൽറ്റ് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരവും തറയിലേക്ക് ഒരേപോലെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ ലോഡ് ഒരു സൈഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം കെട്ടിടം ഇരുന്നു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം DPC നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. DPC എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഭൂമിക്കടിയിലെ ഈർപ്പം ചുമരിലൂടെ കയറി വന്ന് ചുമരിൽ ഒരു ഈർപ്പമയം കെട്ടി നിൽക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിന്റെ ഒരു തടസ്സം നൽകാറുണ്ട്. അതിനെയാണ് നമ്മൾ DPC എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, തറ എന്ന് പറയുന്നത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഭാഗമായ ഫൗണ്ടേഷനും മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗമായ ബേസ്മെന്റും ചേർന്നതാണ്. ഈ തറക്ക് മുകളിൽ, അതായത് ഫൗണ്ടേഷന്റെ മുകളിൽ ബേസ്മെന്റ്, അതിന് മുകളിലാണ് നമ്മൾ ഈ ബെൽറ്റ് കെട്ടുന്നത്. ഈ ബെൽറ്റ് അങ്ങനെ നമുക്ക് DPC ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. 15 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് ബെൽറ്റുകൾ നൽകേണ്ടത് എന്ന് പറഞ്ഞു. ബെൽറ്റിൽ നൽകുന്ന കമ്പികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8 mm സൈസുള്ള 4 കമ്പികൾ നീളത്തിലും 8 mm സൈസുള്ള റിങ്ങുകൾ 20 സെന്റിമീറ്റർ അകലത്തിലുമാണ് നൽകേണ്ടത്. ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടിപ്സുകൾക്കായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ.